ബാക്കിൽ കഞ്ചാവ് കിടന്നുണ്ട. ഇവിടെ അധികം ബുദ്ധമതമാണ് ഇത്. നമ്മുടെ മതത്തിലൊക്കെ പറയുന്നേക്കാളും കൂടുതൽ അഹിംസയൊക്കെയാണ് ബുദ്ധമതത്തിൽ പറയുന്നത്. പക്ഷേ ബുദ്ധമതക്കാർ ഒരു ചെറിയ പ്രാണീനെ പോലും വിടാണ്ട് കഴിക്കണ കാണുമ്പോഴൊരു കൗതുകമാണ്. അത്ര വലിയ പാറ്റാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്ര വളർത്താൻ വിടാറില്ല. അതിന് മുമ്പ് തല്ലി കൊന്നിട്ടുണ്ടായിരിക്കും. നടേശ കൊല്ലണ്ട, ഇതറിയി പോയിട്ട് ചാവണ്ട. തവളക്കുഞ്ഞുങ്ങൾ കഴിക്കാൻ നല്ല രസമാണിത്. മുറുക്ക് തിന്നവരുണ്ടോ? ചേരനെ തിന്നണം, നാട്ടിൽ ചെന്നാലും നടുക്കണ്ട തന്നെ തിന്നണം എന്നുള്ളത് നടുക്കണ്ടം തന്നെയാണ് കേട്ടോ. നിർത്തി പൊരിച്ചാലും കിടത്തി പൊരിച്ചാലും ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കഴിക്കുക തന്നെ. ചത്തട്ടില്ലേ? ഒരു കഷ്ണം ഇറച്ചി, ഒരു കഷ്ണം നെയ്യ്, വീണ്ടും ഇറച്ചി. ഗുഡ്. എവിടെ നിന്ന് കിട്ടുന്ന ഇതിന് മാത്രം എന്നുള്ളതാണ്. ഇത് നാട്ടിലൊന്നും കിട്ടാറില്ല. ഓ, എന്തൊരു മനുഷ്യനാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കണ്ടാവും. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ സ്വന്തം നാടായ മാളയിലല്ലട്ടാ, നമ്മളത് തായ്ലൻഡിലെ പട്ടായയിലാണ്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഉണ്ട്, ഡിസംബർ 31 വൈകിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതാ കണ്ടില്ലേ, പട്ടായയിലാണ് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ പരിപാടികൾ കാണാനും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ വെറൈറ്റി ഭക്ഷണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ തായ്ലൻഡിലെ പട്ടായയിലെ ഈ ന്യൂ ഇയർ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടോട്ടോ. ഒരു രക്ഷയില്ല. ലോകം മൊത്തം ഒഴുകിയെത്തുന്ന, ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജനസാഗരമായിരിക്കും. അപ്പോൾ അവിടേക്കുള്ള തിരക്കുകളിലേക്കാണ് വരുന്നത്. ഒരു ബൈക്ക് ടാക്സി എടുത്ത് വന്നത്, കാറൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ സമയത്തിനൊന്നും എത്തൂല. അപ്പോൾ ഉള്ള നമ്മുടെ ചേട്ടൻ തിരക്ക് കുറഞ്ഞ ഇടവഴികളിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ബാക്കി നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ വൈകിട്ട് 5:30 മണിക്കാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ തിരക്കായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ പതിവ് പോകുന്ന റൂട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ വഴിക്കാണ്, തിരക്ക് കുറഞ്ഞ വഴിയിലേക്ക് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ തായ്ലൻഡിൻ്റെ പട്ടായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മോട്ടോർ ബൈക്കുകൾ ഭയങ്കര സജീവമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തിരി കുറവുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ഇവിടെ തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയൊക്കെ പോയി കഴിഞ്ഞാൽ ബൈക്ക്, ഇത്തരത്തിലുള്ള ബൈക്ക് യൂസ് ചെയ്യുന്നവരെ ഇത് കൂടുതലാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് വിയറ്റ്നാമാണ് കേട്ടോ. ചൈനക്കാരും ആ കാര്യത്തിൽ പുറകിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് മാത്രമല്ല, സൈക്കിളിൻ്റെ കാര്യത്തിലോട്ടാ. സൈക്കിളിൻ്റെ ഭയങ്കര ഉപയോഗമാണ്. രക്ഷയില്ലാട്ടാ, തിരക്കോട് തിരക്ക് പോകാല്ലേ. ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷം ബീച്ചിന് അവിടെ അതിൻ്റെ വിലയാണെന്ന് തോന്നുന്നു. മിക്ക വണ്ടിക്കാരായാലും ചൂണ്ടയുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിന് വരവേൽക്കാൻ ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടാവട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കണം. കുറേ വണ്ടിക്കാരുണ്ട്, ഒരു 19 പേരെങ്കിലും വന്ന് നിങ്ങൾ കണ്ടു കാണും ഇതിനകത്ത്. ചൂണ്ടയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നേരം പോക്കായി അല്ലേ. തിരക്കാരോട് കാൽ നടക്കാരും കൂടുതലാണ് കേട്ടോ. നമ്മുടെ സുജിത് ഭക്തൻ്റെ പോലത്തെ വണ്ടി പോകണം, ഫോർച്യൂണർ. വണ്ടികളൊക്കെ നമ്മുടെ വീഡിയോ ഒന്നും കാണണ്ട. ആ പോണ വണ്ടിയൊക്കെ നോക്കിയേ, ടയർ സൈസൊക്കെ അപ്പാക്കിയിട്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇതിന് മുമ്പ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് സുജിത്തും ശ്വേതയും മോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ബെസ്റ്റ് അനുഭവമായിരുന്നു. അന്ന് കുറേ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. തണ്ണിമത്തൻ ജ്യൂസിൽ ചെമ്മീൻ പൊടിച്ചിട്ട് തന്നതും പിന്നെ വെള്ളം ചുറ്റി കളിക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളം പോണ വഴിയിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് പോണ സമയത്ത് വെള്ളം അടിച്ച് പറ്റാൻ 2 പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് ഞാനാണ് എണ്ണ വെച്ചിട്ട് സ്പ്രേ ചെയ്തത്. എല്ലാവരും അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ഓടി വന്ന് തല്ലി ഓടിച്ചതും പിന്നെ കുറേ വെറൈറ്റി ഫുഡ് കഴിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കണം ഈ സമയത്ത്. സുജിത്ത് വന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മൾ മോട്ടോർ ബൈക്കിലൊക്കെ കറങ്ങിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. സുജിത്തിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വിശേഷങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ബാക്കിലെ ക്യൂ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ല കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ നീണ്ട നേരം തന്നെ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടെ ഗ്രൂപ്പ് അവിടെ പോയിരുന്നു. ഗ്രൂപ്പ് ഇവിടെ വന്നപ്പോഴും ഗൈഡിനോടൊപ്പം വിട്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യാനും കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നിന്നതാണ് കേട്ടോ. യെസ്. അപ്പോൾ അതാണ് 5 സെക്കൻഡ് 3, 2, 1 നമ്മൾ ഓടിത്തുടങ്ങി. മണിക്കുട്ടി ഓടിത്തുടങ്ങി. ഭക്ഷണം കഴിക്കാനുള്ളതണ്ട, വെറൈറ്റി ഫുഡുകൾ കണ്ട. വെയിറ്റ് ചെയ്തോ, ഫുള്ള് വെറൈറ്റീസ്. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് കഴിക്കാൻ പോണത്. ഒന്നും പറയാനില്ല. ഡ്രൈവർ പല വഴിക്കും കറക്കിയാണ് വന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരമൊന്നുമില്ല. പക്ഷേ പല വഴിക്കും കറക്കി വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തിരക്കോട് തിരക്കണ്ട. എന്തായാലും നമുക്ക് പട്ടായയുടെ ബാക്കി മറ്റ് സൈഡുകളൊക്കെ കാണാൻ പറ്റി ഇതിലൂടെ. സാധാരണ നമ്മൾ വീഡിയോയിൽ വരുന്ന സ്ഥലങ്ങളൊന്നുമല്ല നിങ്ങളിപ്പോൾ കാണുന്നത്. ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് എല്ലാ പബ്ബുകളും ഹോട്ടലുകളും എല്ലാം തയ്യാറായി കഴിഞ്ഞ് ഇനി ആൾക്കാരും കൂടെ എത്താൻ സമയം കൊണ്ട് പോകാം. അത്രമാത്രം
ബൈക്കിൽ വന്നതിനുള്ള ഗുണങ്ങൾ ഇതൊക്കെ ഉണ്ടോ. ചെറു റോട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒരു കുത്തിക്കയറ്റി കൊണ്ടുപോകുള്ളൂ. അതാണ് പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ ബൈക്ക് യാത്ര. പട്ടായതിനേക്കാളും ഉപരി നമുക്ക് ഗുണം ചെയ്യുന്നത് ബാങ്കോക്കിൽ നമ്മൾ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴാണ് കേട്ടോ. കാരണം ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ട്രാഫിക് ജാമുള്ള സിറ്റികളിലൊന്നാണ്. അതിൻ്റെ പേരിൽ തന്നെ ബാങ്കോക്കിൽ ബൈക്ക് ഭയങ്കര അനുഗ്രഹമാണ്. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും പട്ടായയുടെ മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞ് വളഞ്ഞ് മുക്ക് പിടിക്കണ പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പേരിൽ തന്നെ ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. തിരക്ക് നോക്കിയേ. ഒരു ഫുൾ പോർക്കിനെ കെട്ടിയിട്ട് ചൂടുന്ന കാഴ്ച കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് അടുത്തുകൊണ്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ട പട്ടായ നൈറ്റ് ബസാറാണ് നമ്മൾ കാണുന്നത്. ഈ കടകളെല്ലാം തന്നെ. അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടി എപ്പോഴും ബാങ്കോക്ക് മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ പട്ടായ വരുന്നവർക്ക് ഈ പട്ടായ നൈറ്റ് ബസാർ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, പട്ടായ സെൻട്രൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് മാളുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. യെസാ, ബീച്ച് സൈഡ്. നമ്മൾ ഇതുവഴി എളുപ്പ വഴിക്ക് ബീച്ചിലേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. യെസ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഒരു തായ്ലൻഡിലെ ഒരു അടിപൊളി ന്യൂ ഇയർ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം. അതുപോലെ തന്നെ ഇന്നോളം അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളും ഒരു ചെറിയ ഷോർട്ട് കട്ട് അടിച്ചതാണ്. അതാണ് വീണ്ടും വണ്ടികളൊന്നും ഇല്ലാണ്ട് കാലിയായത്. നമ്മൾ നേരെ പോകുന്നത് പട്ടായ ബീച്ചിലേക്കാണ് കേട്ടോ. നേരെ പട്ടായ ബീച്ചിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ടാണ് ഭക്ഷണങ്ങൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇനി കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ ഭക്ഷണ കഥകൾ തുടങ്ങാൻ പോകുന്നത്. വെറൈറ്റി ഭക്ഷണങ്ങൾ മാത്രം. നേരം അസ്തമിച്ച് വരുന്നത് 2024 ലാസ്റ്റ് സായാഹ്നം പട്ടായ ബീച്ചിൽ. ഒന്നും പറയാനില്ല. ഈ ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇത്ര നേരം വന്നത്. അപ്പോൾ ചേട്ടനോട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാം. നല്ല കംഫർട്ടബിളായിട്ട് സേഫായിട്ട് ചേട്ടൻ നമ്മളോട് എത്തിച്ച് ഇനി ക്യാമറ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ തിരക്ക് കാണാൻ പോകണം കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 തിരക്കാണ്. യെസ്, ഇപ്പോൾ കാണിച്ചു തരാം. തിരിക്കട്ടെ. റെഡി, 1 2 3. ഓ കണ്ടോ, ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. യെസ്, ജനങ്ങളിങ്ങനെ ഒഴുകുക എന്ന് പറഞ്ഞാൽ കണ്ടോ. ഇനിയിപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇത്തിരി മണി കഴിയുമ്പോൾ പോലീസ് റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടി പോലും വിടില്ല. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മൾ ഓരോ അമ്പലങ്ങളിലും ഉത്സവത്തിനും പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ തിരക്ക് കണ്ടേക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വേറെ രസകരമായിട്ടൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കഞ്ചാവ് കിടന്ന കണ്ട. ഈ കോവിഡിന് ശേഷം തായ്ലൻഡിൽ കഞ്ചാവ് ലീഗലാണ്. അപ്പോൾ വഴിയിലൊക്കെ ഇട്ട് കഞ്ചാവിൻ്റെ സിഗരറ്റ്, ബിസ്ക്കറ്റ്, കേക്ക് എല്ലാ സംഭവങ്ങളും വിൽക്കണതാണ്. അപ്പോൾ ഇത് അത്തരത്തിൽ ബാക്കിൽ കേട്ടോ, കണ്ടില്ലേ. ഒന്ന് തിരിഞ്ഞ വീട്ടിൽ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. ഈ കാണുന്നതൊക്കെ കഞ്ചാവ് ഐറ്റംസാണ് കേട്ടോ ചേച്ചി വിൽക്കണത്. കഞ്ചാവിൻ്റെ ഇലയും ഇതൊക്കെ. ഇത് കാണിക്കുമ്പോൾ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കണതല്ല കേട്ടോ. ഈ രാജ്യത്തുള്ള ഒരു കാഴ്ച. ഇവിടെ നിയമപ്രകാരം ഇവിടെ കുഴപ്പമില്ല എന്നതിനാൽ തന്നെ അതേ കണ്ടില്ലേ, ഈ ചേച്ചിയാണ് കേട്ടോ വിൽപ്പന. സിഗരറ്റും ഇലയും സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്, കണ്ടോ, പല വിലയിലുള്ള സിഗരറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തുള്ള ഇതിൻ്റെ അളവ് നമ്മളിപ്പോൾ സിഗരറ്റിൽ മറ്റേ ഇതിൻ്റെയൊക്കെ അളവ് പറയണ പോലെ പല വിലയിലുള്ള സംഭവങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അതിൻ്റെ അളവ് അനുസരിച്ചിട്ടും ഓരോ എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കുന്നതിനനുസരിച്ചിട്ടാണ് വിലയൊക്കെ വരുന്നത്. പല ഡബ്ബകളിൽ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇതിനെ പ്രോത്സാഹനമല്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ കഞ്ചാവ് കാണുന്നത് പോലീസ് പിടിച്ചിട്ടും മറ്റുമൊക്കെയാണ്. അപ്പോൾ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ഇതിൻ്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവും നമ്മളെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ അത് തന്നെ ഇവിടെ താഴെയൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം തന്നെ നമ്മൾ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ കളറിലുള്ള ജാക്കറ്റുകളൊക്കെ ഇട്ട് നിൽക്കുന്നവരൊക്കെ ബൈക്ക് ടാക്സിയുടെ ആൾക്കാരാണ് കേട്ടോ. ബൈക്ക് ടാക്സികളാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ടാക്സികളുണ്ട്. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ പോകാവുന്നതാണ്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ബൈക്ക് ടാക്സി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. കടകളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നു. യെസ്, ബീച്ചിലൊന്നും ഇത്തിരി നേരം കഴിഞ്ഞാൽ കാല് കുത്താൻ ഇടം ഉണ്ടാവില്ല കേട്ടോ. അത്രയും തിരക്കായിരിക്കും. ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ക്യാമറ കൊണ്ടുപോയിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ പുറത്തെ സൂര്യൻ അസ്തമിക്കും മുമ്പ് പുറം കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. യെസ്, പട്ടായ ബീച്ചിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞ്. അതിപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ആൾക്കാർ വന്ന് കൂടിയിരിക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. 2024 അവസാന അസ്തമയ സൂര്യൻ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. യെസ്, ഓക്കെ, വീണ്ടും നമുക്കൊന്ന് അല്പം കൂടി മുന്നോട്ട് പോകാം. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെയറോ ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. 100-150 ബാത്തൊക്കെ ആയിരിക്കും.
ഇനി ഈ ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഇവിടെ എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഈ ബീച്ചിൽ വന്നിരുന്ന് യഥേഷ്ടം മദ്യപിക്കാം, ഭക്ഷണങ്ങൾ കഴിക്കാം, ആർത്തുല്ലസിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അത് ഇവിടുന്ന് ന്യൂ ഇയറിന് മാത്രമല്ല കേട്ടോ, എപ്പോഴും. ഇപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഈ ചേട്ടന്മാരൊക്കെ ഇരുന്ന് ബീർ എടുക്കുന്ന കാഴ്ചയുണ്ട് കാണുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള പേപ്പറുകളൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് താഴെ വിരിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പായയും അതുപോലെ ചെയറുകൾ സംഭവങ്ങളൊക്കെ കിട്ടും. യെസ്, അപ്പോൾ നമുക്കൊന്ന് നടന്ന് ബീച്ചിൻ്റെ കാഴ്ചകളോടെ ഒന്ന് കണ്ടിട്ട് വരാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വിൽക്കാൻ നടക്കുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അതുപോലെ പട്ടം വിൽക്കുന്നവർ, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജനസമുദ്രം എന്ന് പറഞ്ഞാൽ ഇതല്ല ജനസമുദ്രം. നമ്മൾ നോക്കിയേ, ക്യാമറ എങ്ങനെ തിരിച്ചാലും ജനനിമിടം ഉണ്ടാ. ഇനി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ രാത്രി ഒരു 8 മണി 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ആൾക്കാരാണ്. ഇപ്പോൾ ഈ കാണുന്ന മണ്ണുണ്ടല്ലോ, ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, അത്രയും ജനങ്ങൾ വന്ന് നിറയുന്നുള്ളതാണ് കേട്ടോ. കാല് കുത്താനിടയില്ലാത്ത രീതിയിൽ ആളുകൾ നിറയും. ഭയങ്കര, അവിടെ കണ്ടില്ലേ, അതിൻ്റെ ബാക്കിലെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, അവിടെ ഭയങ്കര പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ആയിരിക്കും. തന്നെയല്ല, ആ കടലിലാണ് വെടിക്കെട്ട്. അവിടെ കണ്ട വലിയൊരു ബാർജ് കാണുന്നുണ്ടോ, അവിടെ ഇട്ടേണ കണ്ടില്ലേ, അവിടെ ആണ് വെടിക്കെട്ട് നടക്കുന്നത് കേട്ടോ. കടലിലാണ് പരിപാടികൾ. ഇവിടെ വലിയ വലിയ ബോർഡുകളൊക്കെ വെച്ച് കണ്ട് ആരും പടക്കം പൊട്ടിക്കരുത്, പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ തടവ് ശിക്ഷയാണ്. അതുപോലെ ഒരു തരത്തിലുള്ള ഫയർ വർക്ക്സ് അനുവദനീയമല്ല. അതിന് ഇത്രയധികം ജനങ്ങൾ തിങ്ങി കൂടിയിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരും പടക്കമൊന്നും പൊട്ടിക്കാൻ പാടില്ല. പടക്കവും കാര്യങ്ങളൊക്കെ വെടിക്കെട്ടൊക്കെ നമുക്ക് കടലിൽ കാണാം. അതിനൊക്കെ അവരെല്ലാം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചാള KFC ഒന്നും പറയാനില്ല, നമ്മൾ ആദ്യമായിട്ടിരിക്കില്ല, മലയാളികൾ ആരെങ്കിലും ചാള KFC ആണ് ഇടണ്ട. അപ്പോൾ തായ്ലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ചാള KFC. ചാളാന്ന് ഞാനിട്ടതാണ്. അത് വേറെ ടൈപ്പ് മീനാണ്. മീൻ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള മീനാണ് കേട്ടോ. ഈ മീൻ കടലിലുണ്ടാവുന്നതാണ്. എപ്പോഴും വയറിനകത്ത് നിറയെ മുട്ടയിരിക്കും. എപ്പോഴും മുട്ടമീൻ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. വേറെന്താ പേരുണ്ട്. അപ്പോൾ അതിങ്ങനെ മാവിൽ മുക്കി പൊരിക്കാം. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ, അതായത് KFC ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹാരിസ് അമീറുടെ എല്ലാ പ്രേക്ഷകരോടും വയറ് നിറച്ച് മുട്ടയുണ്ടോ, കാണുന്നുണ്ടോ, വയറ് നിറച്ച് മുട്ടയാണ്. ഒന്നും പറയാനില്ല. വലിഞ്ഞീൻ ഏത് സീസണിൽ വയറിൽ മുട്ടയുള്ള മീൻ എന്ന് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലേ. ഇവിടെ അതാണ് കാര്യം. എപ്പം നോക്കിയാലും കൂന്തലിൻ്റെ അകത്ത് മുട്ടയാണ്, മീനിൻ്റെ അകത്ത് മുട്ടയാണ്. എന്താ കുട്ടൻസ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അടുത്തത് ഓക്കെ. ഈ വീഡിയോയിൽ എല്ലാവരും വെറൈറ്റി ഫുഡുകളായിരിക്കും കേട്ടോ. 1 by 1 കഴിച്ചിട്ട് പോകാം. അപ്പോൾ ചാള KFC മീനിൻ്റെ വയറിനുള്ളിൽ നിറയെ മുട്ടയാണ്. ഒന്നും പറയാനില്ല. അതാണ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓയിസ്റ്ററാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഓയിസ്റ്ററാണ്. പച്ചനെ കഴിക്കണം. ഇവരുടെ സോസൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ളതിനകത്ത് ഇട്ടിട്ട് മുക്കി പച്ചനെ കഴിക്കണം. തൽക്കാലം വയറുവേദന എടുക്കാൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ഞാൻ പേടിച്ച് കഴിക്കുന്നില്ല. ആവശ്യക്കാർ ധാരാളമാണ്. ഇതിങ്ങനെ അവർ അവരുടെ കണ്ട ചില സോസിലൊക്കെ മിക്സ് ചെയ്ത് തരും. കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. യെസ്, പച്ചനെ കഴിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിനോടൊപ്പം അതിൻ്റെ പേരിലും ഇനിയും അടുത്ത ദിവസങ്ങളിൽ യാത്ര കൊള്ളതിൻ്റെ പേരിൽ നമ്മളത് കഴിക്കുന്നില്ല. ഇവിടെയൊക്കെ നിരനിരായിട്ട് വെച്ചിട്ടുണ്ട്. മീൻ മാത്രമല്ല കേട്ടോ, അതായത് ഓയിസ്റ്റർ മാത്രമല്ല, ഇവിടെ നമുക്ക് ചെമ്മീൻ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഞണ്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ വലിയ മീൻ, അതായത് ഞണ്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ സാൽമൺ ഫിഷ് കാണാൻ പറ്റും. ആവശ്യക്കാർ ധാരാളമാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കൂന്തലിൻ്റെ നെയ്യാണ് കേട്ടോ. ഇത് കണ്ടില്ല, പ്ലേറ്റുകളിലൊക്കെ വെച്ചേക്കുന്നത് കൂന്തലാണ് കേട്ടോ. കൂന്തലിൻ്റെ നെയ്യ്. കൂന്തലിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു മീനിൻ്റെ അകത്തുള്ള പൽമീൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂന്തലിൻ്റെ അകത്തുള്ളത്. ഇത് ചൂടാക്കിയിട്ട് അതുപോലെ ഈ ചട്നി കണ്ടില്ല, ഇതും കൂടി ചേർത്താണ് കൊടുക്കുന്നത്. തായ്ക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട്. കഴിക്കുമ്പോൾ ഭയങ്കര ഹെവി ഫീൽ ചെയ്യും. അപ്പുറത്താണെങ്കിൽ നിറയെ സോസേജുകളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സോസേജുകൾ. ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന കാഴ്ച. ഗ്രില്ല് ചെയ്തതിന് ശേഷം അവരെ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന കാഴ്ച. നമ്മുടെ ഉണ്ടമ്പൊരി പഴംപൊരിയൊക്കെ വറക്കണ പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. അന്ന് ഇതല്ല, ഫിഷ് കേക്കാണ് കേട്ടോ. മീൻ കേക്ക്, മീനിൻ്റെ ഇറച്ചിയും അതുപോലെ തന്നെ മാവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള വേർഷൻസ് നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. അതിപ്പോൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച.
അങ്ങനെ ഓരോന്ന് 40 ബാത്ത് 50 ബാത്താണ് ചാർജ്. നമ്മുടെ ഗൂഗിൾ പേ പോലെ തന്നെ ഇവിടെ സ്കാനറും സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്, കണ്ടില്ലേ ഫ്രൈ ചെയ്യുന്ന കാഴ്ച. ഇത് വെറൈറ്റി അല്ലേ? ഫിഷ് കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ മറ്റ് പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ വറക്കാറുണ്ട്, പൊരിക്കാറുണ്ട്. പക്ഷേ മീൻ ഇതുപോലെ പൊരിക്കാറില്ലല്ലോ. നാട്ടിൽ കൊണ്ടുവരാന്ന് കേട്ടോ. മീറ്റും അതുപോലെ തന്നെ മാവും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. യെസ്, നമ്മുടെ വീട്ടിൽ ചെമ്മീൻ വടക്ക് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ബാർബിക്യൂസാണ് കേട്ടോ. പോർക്കും ചിക്കനും എല്ലാവരും നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. തകൃതിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ഉത്സവപ്പറമ്പിലെ കച്ചവടം തകൃതി ആവാന്ന് പറഞ്ഞാൽ ഇതിൽ പോലെ എന്താ വേണ്ടത്? വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കേണ്ട. മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ അയ്യെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. നിറയെ പ്രാണികളും പാറ്റകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മളെന്തായാലും ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. യെസ്, ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ്. പക്ഷെ നമ്മളിത് 1 by 1 ആയിട്ട്. ഒന്ന് പുൽച്ചാടി, യെസ്, ഒന്ന് പുൽച്ചാടി, മറ്റൊന്ന് വണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന വണ്ട് ഉണ്ടല്ലോ, വണ്ട്. പുൽച്ചാടി നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് തന്നെ ഉണ്ടാവും. അപ്പോൾ പുൽച്ചാടിനാണ് കാണുന്നത്. വലിയ പുൽച്ചാടി, വണ്ട്, അതുപോലെ തന്നെ മറ്റ് പുഴുക്കൾ കണ്ടില്ലേ? വലിയ പുഴു, പിന്നെ ഇത് മുളന്തണ്ടിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് പുഴു, തവള കുഞ്ഞുങ്ങൾ, വലിയ പാറ്റ, എന്തൊക്കെയല്ലേ. ഇതാ വിൽക്കണ ചേച്ചിനെ നോക്കിയേ, നല്ല അടിപൊളിയായിട്ടാണ് വിൽക്കണത് കേട്ടോ. ഒരു രക്ഷയില്ല. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസിനോട് വെറൈറ്റീസ്. എല്ലാ പ്രാണികളെയും ഇവരിത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ രസകരമായിട്ടൊരു കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ബുദ്ധമതമാണ്. ഇത് നമ്മുടെ മതത്തിലൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ അഹിംസയൊക്കെയാണ് ബുദ്ധമതത്തിൽ പറയുന്നത്. പക്ഷേ ബുദ്ധമതക്കാരൊരു ചെറിയ പ്രാണീനെ പോലും വിടാണ്ട് കഴിക്കണ കാണുമ്പോഴൊരു കൗതുകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ മീനിൻ്റെ തൊലിയാണ് കേട്ടോ. മീനിൻ്റെ തൊലി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാറ്റകൾ, ചെമ്മീൻ്റെ തല മാത്രം കേട്ടോ. ചെമ്മീൻ്റെ തല മാത്രം, ചെമ്മീൻ മൊത്തത്തിൽ. അതുപോലെ കുഞ്ഞു ഞണ്ട്, ജീവിക്കാൻ പോലും വിടാണ്ട് പിടിച്ചിട്ട് കുഞ്ഞു ഞണ്ട്. ചേച്ചിയാണെങ്കിൽ ക്രിസ്മസ് ഗെറ്റപ്പിൽ നിന്നിട്ടാണ് വിൽക്കണത് കേട്ടോ. ആ വിൽക്കണേലും ആ എന്ത് ജോലി ചെയ്യണേലും ഒരു ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരാണത്. യെസ് യെസ്, വെൽക്കം ടു തായ്ലൻഡ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ സാമ്പാർ കഷ്ണം എടുക്കൂലേ, 1 കിലോ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നുറുക്കിടുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെറുതായിട്ട് ചില സാധനങ്ങൾ മേടിക്കാൻ തീരുമാനിച്ച്. യെസ്, 1 2 3. യെസ്, ഓക്കെ. ദിസ്, what about this? This one 30 baht per piece. Okay. 30 ബാത്തുണ്ട് ഇതിന്. യെസ്, ഓക്കെ. 130 ബാത്തിന് സാധനങ്ങളാണ് കേട്ടോ. യെസ്, 130 ബാത്തിന് സാധനങ്ങൾ. യെസ്, ഓക്കെ. അപ്പോൾ ആ ചേച്ചി അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊരിക്കണ കാഴ്ച കേട്ടോ. അപ്പോൾ അത് നേരെ നമുക്ക് പൊരിച്ച് വൃത്തിയാക്കി തരും. യെസ്, ഇവിടെ ഗ്യാസിൽ നല്ല വെജിറ്റബിൾ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ലെമൺ ഗ്രാസ് ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു സ്പ്രേ ചെയ്യണത് ആപ്പിൾ വിനീഗർ, അതുപോലെ തന്നെ വൈറ്റ് പെപ്പർ, അതുപോലെ തന്നെ ഉപ്പ്. ഇത്ര സംഭവങ്ങളാണ്. നമ്മുടെ ആയിട്ട് ഇടാൻ പോകുന്നു. യെസ്, തയ്യാറാക്കുന്ന കാഴ്ച കേട്ടോ. ഒരു രക്ഷയില്ല. പിന്നെ എല്ലാത്തിനും തിന്നിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിക്ക് മുമ്പ് നമ്മൾ പല ഐറ്റത്തിനെ കഴിച്ചിട്ടുണ്ടെങ്കിലും വലിയ പാറ്റനെ കഴിച്ചിട്ടില്ലല്ലോ. വലിയ പാറ്റാട്ടോ. ഇത്ര വലിയ പാറ്റേനെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്ര വളർത്താൻ വിടാറില്ല. അതിന് മുമ്പ് തല്ലി കൊന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വലിയ പാറ്റേനെ തന്നെ ആദ്യം അടിക്കാം. വലിയ പാറ്റേനെ അടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ചിറകൊക്കെ എടുത്ത് കളയണം. വെളുത്താർ കഴിക്കണത് നമ്മൾ അങ്ങനെ കണ്ടേക്കണത് കേട്ടോ. ചിറക് കണ്ടില്ലേ, വലിയ ചിറകൊക്കെ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ഒടിച്ച് കളയണത് കണ്ട. നമ്മൾ ദേഷ്യത്തോടുകൂടി നോക്കണ കാഴ്ചയാണ് കേട്ടോ. മുഖം കാണുമ്പോൾ തന്നെ കുറച്ച് ഭാവം ഇത്തിരി ഇതാണ്. യെസ്, അപ്പോൾ ഇതിൻ്റെ 2 ചിറകും പൊടിച്ച് കളഞ്ഞിട്ടാ. ചിറക് പൊടിച്ചതിനകത്ത് കിട്ടുന്നുണ്ട്. കളയുന്നില്ല, നമ്മൾ കുറച്ച് മാത്രം കഴിക്കുള്ളൂ. യെസ്, ദെൻ വീണ്ടും ചിറകില്ല. ഇനി നമ്മൾ ഇതിൻ്റെ കാലുകൾ നമ്മളിങ്ങനെ എടുക്കണത്. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ മാതിരി നമ്മളതിൻ്റെ കാലൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചേണ്ടതുണ്ട്. കാലും അതുപോലെ ഒരു ഇവൻ്റെ വായയുടെ അവിടെ ഒരു കൊമ്പുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുത്തണൊരു കൊമ്പുണ്ട്. അത് നമ്മളിങ്ങനെ എടുക്കുകയാണ് ഇതിനകത്ത്. ഓക്കെ, അതും കൂടി നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ കഴിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹാരിസ് അമീറുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കഴിച്ചു തുടങ്ങിയാണ്.
ഒരു ലെയർ ഇത് കണ്ടിട്ട് കാര്യമില്ല, എൻ്റെ ബാക്കിലും ലെയർ ഉണ്ട് കേട്ടോ. ഭയങ്കര കട്ടിയാണിത്. പിന്നെ ചിറകിനാണ്. പക്ഷെ ഓക്കെ, ഒരു രസമുണ്ട് കേട്ടോ. നമ്മൾ തൊലിക്ക് നല്ല കട്ടിയുണ്ട്, പ്ലാസ്റ്റിക് കവർ ചവയ്ക്കണ പോലെ. പക്ഷെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ രുചികരമാണ്. ഉള്ളിൽ നിറയെ മീറ്റാണ് കേട്ടോ, പലിഞ്ഞും പോലിരിക്കും. ഒന്നും പറയാനില്ല, വാട്ട തീർന്നു. ഇനി നമുക്ക് വാട്ട കഴിഞ്ഞാൽ പുളിച്ചാടി കണ്ടോ, പുളിച്ചാടി, വലിയ പുളിച്ചാടി. പാട്ടയുടെ തൊണ്ട് അരിയിരിക്കുന്നുണ്ട് കേട്ടോ. തൊണ്ട് ചവച്ചിട്ട് പ്ലാസ്റ്റിക് പോലെ തന്നെയാണ്. അപ്പോൾ തൊണ്ടിൻ്റെ പാട്ട് മാത്രം ഇങ്ങനെ വെക്കണം. ഇനി ഇതിറങ്ങി പോയിട്ട് ചാവണ്ട, തൊണ്ട് മാത്രം വേണ്ട, തൊണ്ട് മാത്രമാണ്. മറ്റേ ചവച്ചിറക്കിയിട്ടുണ്ട്. കമൻറ്റ് വേണ്ട, ചെന്നില്ല എന്നുള്ളത്. പുളിച്ചാടി, യെസ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അയ്യെന്ന് പറയുമ്പോൾ പറയണ്ട, നാച്ചുറൽ പ്രോട്ടീനാണ്. ഇതിനെപ്പറ്റി കുറേ കഥകളൊക്കെ പറയാനുണ്ട്. നമ്മുടെ കൂടെ വരുന്നവരൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കഴിപ്പിക്കാറുണ്ട്. നല്ലൊരു ഐറ്റമാണ്. ഓ, എന്തൊരു മനുഷ്യനാടോ എന്നൊക്കെ ചിലർ ചിന്തിക്കണ്ടാവും. ചിന്തിക്കണ്ട. ഇനി അടുത്ത ഐറ്റം പുഴുക്കൾ. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഏറ്റവും രുചിയുള്ള സാധനം. മറ്റേ വലിയ ഉണ്ടപ്പോഴും ഉണ്ടല്ലോ, അതിനേക്കാളും രുചിയുള്ള സംഭവമാണ് കേട്ടോ. ഇനി അടുത്തത് വെച്ചാൽ താവളക്കുഞ്ഞുങ്ങൾ കേട്ടോ. താവളക്കുഞ്ഞുങ്ങൾ, ചെറിയ തവള തന്നെ, കുഞ്ഞുങ്ങൾ. നമ്മൾ തോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതാണ്. കഴിക്കാൻ നല്ല രസമാണിത്. മുറുത്തിന്നവരുണ്ടോ? തവളയുടെ വയറ് മാത്രം പൊളിച്ചിട്ട് കുടൽ താഴെ കളഞ്ഞിട്ടുണ്ടായിരിക്കും, തൊലി കളഞ്ഞിട്ടുണ്ടാവില്ല. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വീണ്ടും പൊളിച്ചാടി. ഒന്നും പറയാനില്ല. നിങ്ങൾ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയാണ് സൂപ്പർന്ന് പ്രതീക്ഷിക്കുന്നത്, അത് തെറ്റാണ്. ഓരോ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഭക്ഷണ സംസ്കാരമുണ്ട്. നമ്മുടെ കാരണന്മാർ പറഞ്ഞില്ലേ, ചേരേനെ തിന്നണം നാട്ടിൽ ചെന്നാലും നടുക്കണ്ണം തന്നെ തിന്നണം എന്നുള്ളത്. നടുക്കണ്ണം തന്നെയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, ചേച്ചിമാരൊക്കെ ഒന്നും കഴിക്കണില്ല. നാച്ചുറൽ പ്രോട്ടീനാണ്, സ്കിന്നിനും കണ്ണിനൊക്കെ നല്ലതാണ്. ഒന്നും പറയാനില്ല. ഇത് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഈ അടുത്ത കാഴ്ചകളിൽ കച്ചവടം കൂടുന്നതനുസരിച്ച് ചേച്ചി ഇങ്ങനെ ചാക്കി കൊണ്ടുവന്നിട്ട് കൊട്ടയാണ് കേട്ടോ. ഇത് വലിയ ഇതിനെ കൊണ്ടുവന്നില്ല. ഇനി ഇതേ പുഴുവിനെ കൊണ്ടുവരുന്നത് ഇടാൻ പോണു. യെസ്, എന്താ പുഴുവിൻ്റെ സഞ്ചി തുറന്നു കഴിഞ്ഞു. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണതാണ് കേട്ടോ. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബാർബിക്യൂസ് സംഭവങ്ങളൊക്കെയാണ് വിൽക്കുന്നത്, കാണാനുള്ളത്. യെസ്, തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ബീഫാണ് ഇത്, ബീഫ് ബാർബിക്യൂസ്. അടിപൊളിയായിട്ട് ചെറിയ ചെറിയ ഇതുകളാണ്. സ്പൈസിയാണ്, സ്പൈസി അല്ലാത്തതുണ്ട് കേട്ടോ. എല്ലാം തിരിച്ചുണ്ട് കേട്ടോ. യെസ്, അടിപൊളി. യെസ്, അപ്പോൾ ബീഫ് ബാർബിക്യൂ അടിച്ച് നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബീഫ് ബാർബിക്യൂ അടിക്കാൻ നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പുറത്ത്. രസകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മളുടേതാ കൂന്തൾ ചേട്ടന്മാരെ നിർത്തി പൊരിച്ചത്. നമ്മൾ പറഞ്ഞ ചേട്ടാ പലരും നിർത്തി പൊരിച്ചെന്നുള്ളത്. ഇത് കൂന്തളിനെ നിർത്തി പൊരിച്ചത് കണ്ടിട്ടുണ്ടോ? ഇതാണ്. ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല, മലേഷ്യയിലെ കണ്ടിട്ടുണ്ട്. നിർത്തിപ്പൊരിച്ച കൂന്തൾ കേട്ടോ, ഒന്നും പറയാനില്ല. നിർത്തിപ്പൊരിച്ച കൂന്തൾ. നമ്മൾ ആൾക്കാരെ നിർത്തിപ്പൊരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിർത്തിപ്പൊരിച്ച കൂന്തൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ കൂന്തൾ. പല രീതിയിലും കൂന്തൾ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനിങ്ങനെ പൊരിച്ച് ഇതും KFC പാറ്റേൺ തന്നെ കേട്ടോ. ചാള മുക്കി പൊരിച്ച പോലെ തന്നെ കൂന്തളിനെ മുക്കി പൊരിച്ചിട്ടുള്ളത് കേട്ടോ. രക്ഷയില്ല. പ്രണയിനിക്ക് കൊടുക്കാനുള്ള ഫ്ലവർ ബൊക്കെയാണെന്ന് കരുതരുത്, കൂന്തളാണ്. അപ്പോൾ നമുക്കിത് പൊരിച്ചിട്ട് കഴിച്ച് നോക്കാം അങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്കുള്ള കൂന്തൾ റെഡിയായി കഴിഞ്ഞ് ഇനി കൂന്തളിനെ വെട്ടി നുറുക്കണ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ. യെസ്, ഇവിടെ ഇപ്പോൾ അതിനെ നുറുക്കണ കാണാം. അതൊക്കെ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. യെസ്,
നുറുക്കണത് കാണാൻ തന്നെയുണ്ട്. ഓരോ രാജ്യങ്ങൾ വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. യെസ്, ഞാൻ നുറുക്കണ രീതി നോക്കിക്കോട്ടാ. യെസ്, അപ്പം നിർത്തിപ്പൊരിച്ചിട്ട് കാര്യമില്ല. നിർത്തിപ്പൊരിച്ച് കിടത്തി വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി കറുമുറാന്ന് കഴിക്കാം. യെസ്, നമ്മളിപ്പോൾ ബാർബിക്യൂ ഫ്ലേവറാണ് പറഞ്ഞത്. അപ്പോൾ ബാർബിക്യൂവിൻ്റെ ഫ്ലേവർ പുട്ട് മോർ, ലിറ്റിൽ മോർ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കുള്ള സംഭവം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിൻ്റെ കണ്ടില്ലേ, ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഇത് നമുക്ക് തരുന്നത് ഇതാ മുളക് ചമ്മന്തിയാണ് കേട്ടോ. മുളക് ചമ്മന്തി ഇല്ലാത്ത പരിപാടിയില്ല. യെസ്, പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് തരും. അപ്പോൾ നിർത്തിപ്പൊരിച്ച കൂന്തൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നിർത്തിപ്പൊരിച്ചാലും കിടത്തിപ്പൊരിച്ചാലും ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കഴിക്കുക തന്നെ, വേറെ ഒന്നും നോക്കാനില്ല. യെസ്, ഇവിടെ മലയാളികൾക്കൊക്കെ ഇഷ്ടമുള്ള ഫ്ലേവറാണ്. ഒന്നും പറയാനില്ല. ഇത് കാണുമ്പോൾ അപ്പുറത്ത് ബീഫ് ബാർബിക്യൂ. അപ്പോൾ നമുക്ക് ബീഫ് ബാർബിക്യൂ കൂടി കഴിക്കാം. യെസ് ബ്രദർ, വൺ. ചത്തട്ടില്ലേ, ഗുഡ്. അത് കഴിച്ച് കഴിയുമ്പോഴാണ് ഇത് നമ്മൾ ഇത് കാണുന്നത്. എന്ത്? ബീഫ് ബാർബിക്യൂ. 7 സ്റ്റിക്കിന് 100 ബാത്ത്. ഹോട്ട്. യെസ്, താങ്ക് യു. യെസ്, അങ്ങനെ ഇത് സ്ക്വിഡിന് ശേഷം ഇത് നമ്മൾ ബീഫാണ് എടുത്തേക്കണത്. യെസ്, ഓ മണിക്കൂറുകളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ പേരിലും ഭയങ്കര സോഫ്റ്റാണ്, എക്സ്ട്രാ സോഫ്റ്റാണ്. ഒന്നും പറയാനില്ല, ഏത് മലയാളിക്കും ഇഷ്ടമാവും. മല്ലിയുടെ കുത്തത്തിൽ കയറി വെക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇറച്ചി, ഒരു കഷ്ണം നെയ്യ്, വീണ്ടും ഇറച്ചി. നെയ്യെന്ന് പറഞ്ഞാൽ വാരിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകേണ്ട ഇത്. ഇവിടെ വന്ന് ഇങ്ങനത്തെ ബീഫ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ബീഫ് ലവേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞില്ല, അടുത്ത കാഴ്ചകൾ. മുന്നോട്ട് പോകുന്നതോറും തിരക്ക് കൂടി വരെയാണ്. ഒരുപാട് സംഭവങ്ങൾ കണ്ടു പോകുന്നുണ്ടെങ്കിലും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഇതാണ്. ജനങ്ങൾ ഇങ്ങനെ തിങ്ങി തട്ടി തെറിപ്പിച്ച് പോവുകയാണ്. അതിൻ്റെ പേര് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുന്നോട്ട് പോയിട്ട് ബാക്കി കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അത്രയും തിരക്കാണ്. ഒന്നും പറയാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്തെങ്കിലും മേടിക്കാം, പെട്ടെന്ന് മാറാം എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് കാഴ്ചകൾ. ബീച്ച് മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കണം. പ്രധാന റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. യെസ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഞവണിക്ക കേട്ടോ വിൽക്കാൻ വെച്ചേക്കണത്. ഞവണിക്ക പുഴുങ്ങിയത്, ശംഖ് പുഴുങ്ങിയത്, കക്ക പുഴുങ്ങിയത് കേട്ടോ. ഇതങ്ങനെ ഓരോ പ്ലേറ്റിനാണ് 100 ബാത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതേ മുളക് ചട്നി ഉണ്ടായിരിക്കും. ഇതാ കണ്ട ചേച്ചി തയ്യാറാക്കുന്ന കാഴ്ച കണ്ടില്ലേ. ഓക്കെ, ഹായ്. നീ കണ്ട ഇല ചമ്മന്തി ഇത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോല് വെച്ചിട്ട് കുത്തിയിട്ട് എടുക്കുക, ആ ചമ്മന്തിയിൽ മുക്കുക, കഴിക്കുക, ലാസ്റ്റ് ഇലയും തിന്നുക. അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. ഒപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ലോങ് ഗൺ ജ്യൂസ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. ഇതിൻ്റെ ജ്യൂസ് കണ്ടില്ലേ, ഇത് കലക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. ഒരു രക്ഷയില്ല. കാഴ്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. നിന്ന് ഷൂട്ട് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഒപ്പം തന്നെ മറ്റൊരു ഐറ്റം കണ്ടില്ലേ, ഈ മീൻ കണ്ടില്ലേ, ഇത് നമ്മുടെ ഞണ്ട് പോലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റാണ് ഈ കാണുന്നത്, ഈ ചെറുപയർ പോലെ ഇരിക്കുന്നത്. ഇതും കണ്ട, അതുപോലെ തന്നെ സാൽമൺ മീറ്റും പച്ചനെ കഴിക്കും കേട്ടോ. ഇവിടുത്തെ ആരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണത്. യെസ്, വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരു സർവത്ത് കുടിച്ചിരുന്നു. ആ സർവത്തും കൂടി കുടിച്ചിട്ട് ഇട്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു തോന്നുന്നുണ്ട്. വയറ്റിലിപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടാ. യെസ്, വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയോ, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്.
ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിലെ കോഴി ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാത്ത കോഴിയുടെ കാൽപാദം ഉണ്ടല്ലോ, അവിടുത്തെ സ്കിന്നാണിത്. ആ സ്കിന്നെടുത്തിട്ട് സവാളയും തക്കാളിയൊക്കെ കൂട്ടി സാലഡ് ഉണ്ടാക്കി തരുന്നു. ഇപ്പുറത്ത് മൊത്തം വിൽക്കുന്നത് നൂഡിൽസുകളാണ് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂഡിൽസ്, പാഡ് തായ് സംഭവങ്ങളൊക്കെയാണ് വിൽക്കുന്ന. ആൾക്കാരെ കാണാം. കണ്ടില്ലേ, അപ്പുറത്തെ കാണുന്നതെല്ലാം ഫിഷ് ബോൾസ് ആണ്. യെസ്, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഞണ്ടാണ് കേട്ടോ. ഞണ്ട്, പച്ച ഞണ്ട് കേട്ടോ. സവാളയും തക്കാളിയൊക്കെ ചേർത്ത് പച്ച ഞണ്ട്. യെസ്, വീഡിയോ എടുക്കണമെങ്കിൽ അവർക്ക് കൗതുകമാണ്. ഇത് ധാരാളം ആവശ്യക്കാരാണത്. കുക്ക് ചെയ്യാത്ത ഐറ്റത്തിനോടൊക്കെ ആൾക്കാർക്ക് പ്രിയം വളരെ കൂടുതലാണ് കേട്ടോ. ഞണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഞണ്ട് പ്രിയക്കാരാണ് അധികമായിട്ട് വരുന്നത്. കുക്ക് ചെയ്തിട്ട് ഞണ്ടിൻ്റെ തോടൊന്നും പൊളിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ പച്ചന എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് അതിശയം. യെസ് യെസ്, വീണ്ടും മുന്നോട്ട്. ഇവിടെ മൊത്തം ഇതാ വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റ് ഐറ്റംസ് കണ്ടില്ലേ, പലതരത്തിലുള്ള സൂപ്പുകളാണ്. അത് പോർക്കിൻ്റെ ഐറ്റംസാണ് സൂപ്പുകൾ. ലിവറും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വെറൈറ്റി സൂപ്പുകളാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പുറത്തെ പോർക്ക് മീറ്റ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നൂഡിൽസ് ഇടും അതിലേക്ക്. ഇത് പോർക്കിൻ്റെ എല്ലാ പാർട്ടും മിക്സ് ചെയ്തിട്ടുണ്ടാക്കി വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. യെസ്, യെസ്, വീണ്ടും മുന്നോട്ട്. ഒരു സർവത്ത് കട കഴിഞ്ഞ ദിവസം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയാണ് നോക്കട്ടെ കേട്ടോ. യെസ്, നാരങ്ങ സോഡ. യെസ്, അതിവിടെ അല്ല, പ്രതീക്ഷകളൊക്കെ സ്ഥാനത്തായി പോയി. യെസ്, ഇത് പലതരത്തിലുള്ള തായ് സ്വീറ്റ്സ് വിൽക്കുന്നതാണ് കേട്ടോ. തായ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, കാഴ്ചയിൽ ഇങ്ങനെ ഇരിക്കും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതേ സ്ട്രോബെറി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ അവിടെ കുറവാണ്. യെസ്, ആയി. യെസ്, നാരങ്ങ സോഡ കട എത്തിക്കഴിഞ്ഞ്. യെസ്, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളുണ്ട് കേട്ടോ. ബ്രെഡിൽ ബട്ടറും അതുപോലെ മയണൈസൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ, പിന്നെ പലതരത്തിലുള്ള ഐറ്റംസ് കേട്ടോ. പട്ടായ ഹാപ്പി ന്യൂ ഇയർ സംഭവങ്ങളൊക്കെയാണിത്. ഈ ചേച്ചിമാരാണ് ഇതൊക്കെ കളർഫുള്ളാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഐറ്റംസ് നോക്കിയേ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ മറ്റൊരു ഐറ്റം ഉണ്ടോ, സ്ട്രോബെറി ക്രീം. സ്ട്രോബെറി വെറുതെ നുറുക്കിയിട്ടിട്ട് ക്രീം ഇട്ട് തരും. അതിനും ഇവിടെ ആവശ്യക്കാർ കൂടുതലാണ്. സ്ട്രോബെറി ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇവിടുത്തെ. യെസ്, കണ്ടില്ല, സ്ട്രോബെറി കണ്ടില്ലേ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ സോസേജ് കുക്ക് ചെയ്യണത് കണ്ടില്ലേ. ഇത് ഇതുപോലെ എടുത്തിട്ട് ഭയങ്കര ഡിമാൻഡാണ്. എല്ലാ ജപ്പാനീസും കൊറിയൻസും ഒക്കെ ഉള്ളതിൻ്റെ പേര് തന്നെ ഹൈ ഡിമാൻഡാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ. യെസ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഈ കുക്ക് ചെയ്യണതെല്ലാം നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടല്ല, കാഴ്ച പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, കൂന്തലിൻ്റെ നെയ്യ്, പലിമീൻ, അതായത് കൂന്തലിൻ്റെ നെയ്യ് വയറിനകത്തുള്ളത്. എവിടെ നിന്ന് കിട്ടുന്ന ഇതിന് മാത്രം എന്നുള്ളതാണ്. ഇത് നാട്ടിലൊന്നും കിട്ടാറില്ല. യെസ്, ആവശ്യക്കാരും വളരെയധികം കൂടുതലാണ്. ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഫിഷ് കേക്കാണ് കേട്ടോ. അത് ന്യൂ ഇയറിൻ്റെ വലിയ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പല പല സ്റ്റേജുകളിലും മറ്റൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടികളാണ് അപ്പുറത്ത് നടക്കുന്നത്. യെസ്, കണ്ടില്ലേ, ആ കാണുന്നതൊക്കെ ന്യൂ ഇയർ പ്രോഗ്രാമുകളാണ്. ജനങ്ങളിങ്ങനെ തിങ്ങിരിക്കുകയാണ് ഫുള്ളായിട്ട്. യെസ്, ഇപ്പുറത്താണെങ്കിൽ കുക്കിങ്ങൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. യെസ്, ഒരു സ്ഥലത്ത് ആഘോഷങ്ങൾ, ഒരു സ്ഥലത്ത് ഭക്ഷണം ആഘോഷം. യെസ്, തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ നിർത്താനുണ്ട്. കാരണം ചാർജ് കഴിയാറായി. തന്നെയല്ല, ഭയങ്കര തിരക്കാണ്. എല്ലാ കടയുടെ മുമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു ദിവസത്തെ 2 ദിവസത്തെ കച്ചവടമാകെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരം കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് സമയം അതിന് പോണതിൻ്റെ വേണ്ടി അത് തടസ്സപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലർക്ക് ചില അതൃപ്തികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനം മേടിച്ച് പെട്ടെന്ന് മാറേണത്. അപ്പോൾ എന്തായാലും ഭയങ്കര മ്യൂസിക് ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുന്നു. അങ്ങനെ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് വേണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ എടുക്കാനുള്ളത്. ക്യാമറയുടെ ബാറ്ററിയൊക്കെ കുറഞ്ഞു വരുന്നു. ധാരാളം പരിചയക്കാരെ കണ്ട് സൗഹൃദങ്ങളൊക്കെ പുതുക്കി കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഇതേ മൊമെൻറ്റിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ടൂർ നടക്കുന്നുണ്ട്. അപ്പുറത്ത് ഗൈഡുമാർ അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ അതും ഭംഗിയായിട്ട് നടക്കുന്നു. ഇനി അവരായിട്ട് ഒരു ഡിന്നറാണ്, ഒരു സ്പെഷ്യൽ ഗാല ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. റോയൽസ്കയുടെ എല്ലാ ടൂറിലും നമ്മുടെ ഗസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യൽ ഡിന്നറുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ ഒരു ക്രൂയിസ് ഷിപ്പിലായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഡിന്നർ ഒരുക്കാറുണ്ട്. അപ്പോൾ ന്യൂ ഇയറിനനുബന്ധിച്ചിട്ട് സ്പെഷ്യൽ ഗാല ഡിന്നറാണ് കേട്ടോ.
ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, വൈബ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.